Hello guys, welcome back to our channel The Life of Nika. The Life of Nika. Guys, അപ്പോൾ ലൈഫ് ഓഫ് നിക്കയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് March 26th. ഗൈസ് മാർച്ച് 26th വെനസ്ഡേ വൈകുന്നേരം 4:45. നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് ജോലിയിൽ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി നേരത്തെ ഇറങ്ങുന്നത്. എന്തിന്? എമ്പുരാൻ. ഗൈസ് ഇന്ന് ഇവിടെ എമ്പുരാൻ റിലീസാണ്. നാട്ടിൽ ഓൾറെഡി റിലീസായെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നാട്ടിൽ 6 മണി 7 മണി എന്തോ ആയെന്ന് തോന്നുന്നു അവർ റിലീസ്. ഇനി ഇൻസ്റ്റാഗ്രാം തുറക്കല്. അതുകൊണ്ട് സ്പോയിലേഴ്സ് വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ സമയത്ത് 6 മണിക്ക് വൈകുന്നേരം 7 മണിക്ക് അല്ല 8:30 ഷോ ആണ്. നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ടിക്കറ്റൊക്കെ ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ എടുത്തു. എല്ലാം സെറ്റാണ്. ഡ്രസ് കോഡ് ബ്ലാക്ക് ഇടാൻ പറഞ്ഞു. ബ്ലാക്ക് ഇട്ടു. ഞാൻ സയ്യിദ് മസൂദിന്റെ ഫാഷനാണ്. സയ്യിദ് മസൂദ് കറുത്ത കണ്ണാടിയും കൂടെ വേണമായിരുന്നല്ലേ? അതെ ഗൈസ്, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ മനുഷ്യൻ്റെ ഈ സിനിമ ഇങ്ങനെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കുറേ കാലത്തിന് ശേഷം നമ്മളിങ്ങനെ ഞാൻ നാട്ടിൽ നിന്നേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഇവിടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് പറയാം ഇത് ഇത് ആദ്യമായിട്ടാണ്. ഡാലസിൽ അല്ല വേറെ സ്റ്റേറ്റിൽ നടന്നതെന്ന് എനിക്കറിയത്തില്ല അല്ലേ. അമേരിക്കയിൽ ഇത് ആദ്യമായിട്ടായിരിക്കും. എനിവേ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടായിരിക്കും ഫാൻ ഷോ. ഇവിടെ ഫാൻസ് യൂത്ത് ഓഫ് ഡാലസ് എന്ന് പറയുന്ന ഒരു ടീം, ഒരു ഗ്രൂപ്പ് ഒരു തിയേറ്ററിൽ 4-5 തിയേറ്റർ അങ്ങ് ബുക്ക് ചെയ്തു. ഒരു തിയേറ്ററിൽ 200 ടിക്കറ്റൊക്കെയാണ് വിൽക്കുന്നത്. ആ വലിയ തിയേറ്റർ ഫുള്ളും ബുക്ക് ചെയ്ത് അവർ തന്നെ തിയേറ്ററുകാർ തന്നെ പറയുന്നത് ഇതെന്തോ സംഭവം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ആ സംഭവം നടക്കുന്ന എല്ലാത്തിൻ്റെ ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ, പിന്നെ പൃഥ്വിരാജ് അല്ലേ. പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. എല്ലാവരും പലതും പല കാര്യങ്ങളാണ് പറയുന്നത്. എനിവേ എന്തായാലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജോലിയിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഡോളേഴ്സ് കൊടുത്താണ് കാണുന്നത് ഗൈസ്. ഡോളേഴ്സ് കൊടുത്താണ് കാണുന്നത്. എത്ര? $29-30 ഇവിടെ ഒരു ടിക്കറ്റിന്. $30 കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമല്ലേ. പക്ഷേ ലാലേട്ടന് വേണ്ടി നമ്മൾ ആ $30 കളയും. ഓക്കെ, അപ്പോൾ ഇതെന്തോന്ന് കാണിച്ചില്ല. ഏത്? ഗൈസ് ഇത് കുറച്ച് പേപ്പർ നമ്മൾ കീറി വെച്ചിട്ടുണ്ട്. എന്തിനെന്ന് പറഞ്ഞാൽ ലൂസിഫർ എമ്പുരാനെന്ന് എഴുതുമ്പോഴും ലാലേട്ടൻ വരുമ്പോഴും കീറി എറിയാനാണ്. അവിടെ തിയേറ്ററിൽ നിന്ന് പുറത്താക്കുമെന്ന് ഡൗട്ടാണ്. എനിവേ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നമ്മുടെ ലാലേട്ടന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതാണ്. എനിവേ ഗൈസ്, നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ആഘോഷം, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഡാലസിൽ എങ്ങനെയാണ് ആഘോഷം എന്നെല്ലാം കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺഡ്. എങ്ങനെയുണ്ട് എന്ന് വ്ളോഗും കൂടെ കണ്ടിട്ട് പറ. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, എല്ലാം ലാലേട്ടന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെഞ്ചിനകത്ത് ലാലേട്ടൻ. ബൈ. വിളിയായിട്ടില്ലേ ഗൈസ്? അങ്ങനെ തിയേറ്റർ എത്തിയിരിക്കുകയാണ്. പാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കൂടെ കെവിൻ ഉണ്ട് ഇന്ന്. മൈക്കിൽ തിരക്കൂക്കടേ. മൈ ഗുഡ്നസ്. ഗൈസ് അങ്ങനെ നമ്മള് സിനിമാർക്ക് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ലാലേട്ടന്റെ മൂവി തുടങ്ങാൻ പോവുകയാണ്. എല്ലാരും ബ്ലാക്ക് മുണ്ടൊക്കെ എടുത്ത് പിള്ളേരായിട്ട് വരുന്ന ഫാമിലി ആയിട്ട്. ഓ
ഗൈസ് അങ്ങനെ നമ്മൾ ആ സിനിമയ്ക്ക് കയറാനായിട്ട് പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡിലായിട്ട് നിൽക്കുകയാണ്. ഒരുത്തണ്ട ഇവിടെ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമയ്ക്ക് കയറാൻ പോവുകയാണ്. എമ്പുരാൻ കഴിഞ്ഞ ആഴ്ച റിവ്യൂ നമ്മുടെ സിനിമ പടം തുടങ്ങിയ ഗൈസ് അങ്ങനെ എമ്പുരാൻ പടം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പടം? നമുക്ക് എബിന്റെ റിവ്യൂ കേൾക്കാം. നമുക്ക് എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നമ്മുടെ സാധാ സ്ക്രീനിൽ കാണേണ്ട ഒരു മൂവിയല്ല ഇത്. തിയേറ്ററിൽ വന്ന് തന്നെ നിങ്ങൾ കാണണം. പിന്നെ ലൂസിഫറിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫറാണ് എനിക്ക് ഇപ്പോഴും ഇച്ചിരൂടെ എടുത്ത് നിൽക്കുന്നത്. ഈ സിനിമ ഒരു സസ്പെൻസ് ഫാക്ടർ അധികം ഇല്ലായിരുന്നു. ഇത് മൊത്തം പുള്ളി നല്ല ബജറ്റഡ് നല്ല പൈസ ഇറക്കിയിട്ടുള്ള കളിയാണ്. പക്ഷേ എന്നാൽ ഒരു ലൂസിഫറിൻ്റെ ഒരു അത്രത്തോളം വന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്നെ ആരും പഞ്ഞിക്കിടരുത്. മേക്കിംഗ് സ്റ്റൈൽ എങ്ങനെ ഉണ്ടായിരുന്നു? മേക്കിംഗ് സ്റ്റൈൽ അതാണ് പറഞ്ഞത്. തിയേറ്ററിൽ വന്ന് തന്നെ നിങ്ങൾ കാണണം. അതാണ് ആ മേക്കിംഗ് സ്റ്റൈലും. പിന്നെ കുറച്ച് എന്താ പറയുക, മോഹൻലാലിനെ എല്ലാവർക്കും കിട്ടിയ റോള് അവർ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളിത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഈ പടം വിജയിപ്പിക്കണം. ലൂസിഫറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗൂസ് ബംസ് ചില അധികം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ അത്രയും ഗൂസ് ബംസ് ഇല്ലായിരുന്നു. എന്നാൽ പോലും എനിക്ക് ലൂസിഫറാണ് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ്. ഇതിനെ സംബന്ധിച്ച് അവർ ഇച്ചിരൂടെ നമ്മൾ കൊച്ചു സിനിമ കണ്ട് ജീവിച്ച മലയാളി സിനിമ കണ്ട് വളർന്ന ആ ഒരു സ്റ്റേജിൽ പറയുമ്പോൾ ഇതിപ്പം ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇത് കട്ട് ചെയ്യണം കേട്ടോ. ഇത് ഹോളിവുഡ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മലയാളി സിനിമ കണ്ടവർക്ക് അത് അത്ര നമുക്ക് ദഹിക്കത്തില്ലായിരിക്കാം മേ ബി. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ മലയാളം സിനിമ നമ്മുടെ ഒരു മലയാളം സിനിമ ഇത്രത്തോളം എത്തിയെന്ന് ഒരു പൃഥ്വിരാജ് കാരണം ഇത്രത്തോളം എത്തിയെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. മലയാള സിനിമ കാരണം എല്ലാവരും മലയാള സിനിമ എന്താണെന്ന് ഇവർ മനസ്സിലാക്കി. അത്രയേ ഉള്ളൂ എൻ്റെ റിവ്യൂ. എന്നെ പഞ്ഞിക്കിടരുത്. ഗൈസ് സമയം 1:13. ഗൈസ് അങ്ങനെ സിനിമ കണ്ടിറങ്ങി. നമ്മുടെ ഒരു ചെറിയ റിവ്യൂ ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ റിവ്യൂ ഒക്കെ ഇടുന്നത് ഒരു പടത്തിന് വേണ്ടി. വേറൊന്നും വിചാരിക്കരുത്. നമ്മളങ്ങനെ റിവ്യൂ ഇടാനായിട്ടുള്ള ഭയങ്കര കിടിലങ്ങളൊന്നുമല്ല. ലാലേട്ടൻ്റെ പടം ആയതുകൊണ്ട് ഒരു ചെറിയ റിവ്യൂ. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ ഓവർ ഹൈപ്റ്റാണോ എന്നൊരു ഡൗട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഓരോരുത്തരുടെ സ്വന്തം അഭിപ്രായങ്ങളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു നല്ല എന്താ പറയുക, രോമാഞ്ചം തരുന്ന കുറേ ലാലേട്ടൻ്റെ സീൻസുകളുണ്ടായിരുന്നു. അതൊന്ന് പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, മേക്കിംഗ് സ്റ്റൈല് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇനി അത് എനിക്കറിയത്തില്ല. ഇനി അതിൻ്റെ അൾട്ടിമേറ്റാണ് ജംഗിൾ പൊളി എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പടം നല്ല ഒരു നമുക്ക് ഒരു 3 മണിക്കൂർ പോകുന്നത് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. നല്ല എൻ്റർടൈനിങ് ആയിട്ട് പോകുന്നുണ്ട്. എനിക്കെന്തോ അവിടെ ഞാൻ വേറെ ഒരുപാട് പ്രതീക്ഷിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ വേറെ എന്തൊക്കെ ഭയങ്കര സർപ്രൈസ് സസ്പെൻസ് മൊമെൻറ്റ്സ് ഒക്കെ വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അത് ഞാൻ അത്രയും പ്രതീക്ഷിച്ച് പോയത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ എനിക്ക് അത് കിട്ടാത്തത്. അതർവൈസ് പടം നല്ല അടിപൊളി പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് OTTയിൽ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. ഈ സിനിമ ഞങ്ങൾ ഡോളേഴ്സ് കൊടുത്ത് കണ്ടത് സത്യം പറഞ്ഞാൽ മുതലാണ്. മേക്കിംഗ് വൈസ് നല്ല അടിപൊളി മൂവിയാണ്. കഥ വൈസ് എനിക്കെന്തോ ഒരു ചെറിയ പോരായ്മ
തോന്നിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് എൻ്റെ അഭിപ്രായമാണ്, പലർക്കും പല അഭിപ്രായങ്ങളാണ്. പഞ്ഞിക്കിടല് ഗൈസ്. ഞാനൊരു ലാലേട്ടൻ ഫാൻ തന്നെയാണ്. പക്ഷേ എന്തോ ഒരു ചെറിയ ഒരു ഇത് എനിക്ക് ലാലേട്ടനെ കുറേ കൂടെയൊക്കെ കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വന്നു പോയി ലാലേട്ടനെ അങ്ങോട്ട് കണ്ടിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല. ലൈക്ക് കുറച്ചുകൂടെയൊക്കെ വേണം ലാലേട്ടൻ എന്നെനിക്ക് തോന്നിയായിരുന്നു. ഒരു ഇന്റർനാഷണൽ ഹോളിവുഡ് ടച്ച് ഉണ്ടായിരുന്നു അല്ലേ? ഓ, ഇതാരീ പറയുന്നത്? അമേരിക്കയിൽ ജനിച്ച പെണ്ണിന് ഇന്റർനാഷണൽ ഹോളിവുഡ് ടച്ചൊക്കെ ഉണ്ടായിരുന്നു. ദൈവമേ, അത് സത്യമാണ് ഗൈസ്. അത് നല്ല മേക്കിംഗ് വൈസ് ഒരു ഭയങ്കര ഒരു ഇന്റർനാഷണൽ ടച്ച് തന്നെയാണ്. ഒരു 2 സിനിമ കണ്ടോണ്ടിരുന്ന പോലെ ഉണ്ട്. ഒരു ഹോളിവുഡ് പ്ലസ് ഇടയ്ക്ക് നാടൻ സീൻസ്. അതെ. സ്റ്റീഫൻ നെടുമ്പള്ളി, അബ്രാം ഖുറേഷി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അബ്രാം ഖുറേഷി, സ്റ്റീഫൻ നെടുമ്പള്ളി. അതെ, ഒരു നല്ലൊരു ഒരു റൊമാൻറ്റിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ. ലാസ്റ്റ് ഒരാൾ വരും, പക്ഷേ സസ്പെൻസ് ഞങ്ങൾ പറയൂല. പറയരുത്. അതെ ഗൈസ്, ചൈന സിമ്പലൊക്കെ വെച്ചുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പോയി തിയേറ്ററിൽ തന്നെ കാണണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് കഴിഞ്ഞിട്ട് വരുന്ന ആളോ. അത് മൊത്തത്തില് നമ്മള് തിയേറ്ററിൽ പോയി കാണുന്നത് തന്നെയാണ് നല്ലൊരു അടിപൊളി സംഭവം. എനിവേ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. അതെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് എമ്പുരാന് വേണ്ടി. നമ്മൾ ഫസ്റ്റ് ഷോ ഇവിടെ ഡാലസിൽ പോയി കണ്ടു, അർമാദിച്ചു. നാട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു 9 വർഷത്തിന് മുന്നെയോ എങ്ങാണ്ടാണ് ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഷോ ലാലേട്ടൻ്റെ പടം പോയി കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഡാലസിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാൻ മൊമെൻറ്റ്സ്, ആ മനുഷ്യനെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഇതായിട്ട് ആഘോഷിച്ചത് ഇന്നാണ്. താങ്ക്സ് എവരിബഡി. അപ്പോൾ യൂത്ത് ഓഫ് ഡാലസ് നല്ല പ്രോഗ്രാം ആയിരുന്നു. അതെ, യൂത്ത് ഓഫ് ഡാലസിൻ്റെ അടിപൊളി പരിപാടിയായിരുന്നു. നമ്മുടെ ഒരു ലാലേട്ടന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. നമ്മുടെ കൂട്ടുകാരെല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് അടിച്ചു പൊളിച്ച്, ഇത് മറക്കാനാകാത്തൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഒരു ചെറിയ റിവ്യൂവും ചെറിയ ആഘോഷങ്ങളും, ലാലേട്ടന് വേണ്ടിയുള്ള ആഘോഷങ്ങൾ, പൃഥ്വിരാജ് സുകുമാരന് വേണ്ടിയുള്ള ആഘോഷങ്ങൾ. അതെ ഗൈസ്, നമ്മുടെ വ്ളോഗ് കൂടി പോകുന്നു തോന്നുന്നു. നമ്മളിതാ വീടെത്താറാകുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ബൈ ഗൈസ്, സീ യു സൂൺ, ടേക്ക് കെയർ, ബൈ.